ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന പ്രിയദർശിയുടെ ഒരു പടം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒരു പോസ്റ്ററൊക്കെ തന്നെ ഇറക്കിയിട്ടുള്ളത്, ഒരു മോശം പോസ്റ്ററും ഇറക്കിയിട്ടുണ്ട്. കോർട്ട് സ്റ്റേറ്റ് VS നോബഡി എന്നാണ് കൊടുത്തിട്ടുള്ള പേര്. പിന്നെ കിച്ച സുദീപിൻ്റെ അടുത്ത വരാൻ പോണ പടമാണ് വില്ല രംഗ ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള പടം. എന്നുവെച്ചാൽ ഒരു മാക്സ് എന്ന് പറഞ്ഞ പടം വരാണ്ട്, അതിന് ശേഷം വരാൻ പോണ പടമാണ് ഇത്. അനു ബന്ധാരി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എടുക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് സെപ്റ്റംബർ 2 രാവിലെ 10 മണിക്ക് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ജീവയും അതേമാതിരി പ്രിയ ഭവാനി ശങ്കർ അഭിനയിക്കുന്ന പടം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരിക്കുകയാണ്. സെപ്റ്റംബറിലാണ് പടം റിലീസാകുമെന്നും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയ്യഴക എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് സ്വാമി കാർത്തി അഭിനയിക്കുന്ന ഒരു പടമുണ്ട്. അത് സെപ്റ്റംബർ 27 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ പാട്ടുകൾ നാളെ മുതൽ ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ ഫുൾ ആൽബം ആയിട്ടാണ് നാളെ പുറത്തിറക്കാൻ പോകുന്നത്. പിന്നെ 35 ചിന്ന കഥക്കാട് എന്ന് പറഞ്ഞ പടം സെപ്റ്റംബർ 6 പുറത്തിറങ്ങാനുള്ള പറഞ്ഞിരുന്നു. അതിൻ്റെ 8 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും 7 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും പുറത്തിറക്കിയിട്ടുണ്ട് അവർ. പിന്നെ ബഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. അതേമാതിരി ചീന ട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ള പടം OTT റിലീസായിട്ടുണ്ട്. പിന്നെ ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം റെൻറ്റിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് OTT. പിന്നെ സ്വാഗ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങി. പിന്നെ ബിന്നി ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് വരും എന്നുള്ള അറിയിച്ചു. പടം സെപ്റ്റംബർ 20 പുറത്തിറങ്ങാൻ പോകുന്നത്. പിന്നെ ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പടത്തിലത്തെ മെയ്യ മുമ്മാരി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ ഐലൻഡ് സീക്ക് എന്ന് പറഞ്ഞ പടത്തിലത്തെ ലൈഫ് ഓഫ് ശിവ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പ്രൊമോ ഒന്ന് പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. പിന്നെ ടിലു സ്ക്വയർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ OST പുറത്തിറക്കി. പിന്നെ ഡിമോൻ്റെ കോളനി 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം 55 കോടിയിലും കൂടുതൽ നേടി എന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിന് 319K കൂടുതൽ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട് ബുക്ക് മൈ ഷോയിൽ. പിന്നെ മറ്റേ വഡ്ലര 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ഇന്ന് 11/7 പുറത്തിറങ്ങി. പിന്നെ ശരിപ്പോത്തെ ശനിവാരം എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ പടം, ആ പടം ഇന്നലെയായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടായിരുന്നു നല്ല പ്രതീക്ഷയുള്ളൊരു പടമാണ് എനിക്ക് എന്നുള്ളത്. മിക്സഡ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ കൂടുതലും നല്ല അഭിപ്രായം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നോർത്ത് അമേരിക്കയിൽ മാത്രം 850K+ കളക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഡേയിൽ 25 കോടിയാണ് പടം നേടിയിട്ടുള്ളത് വേൾഡ് വൈഡ് ആയിട്ട്. നാനിയുടെ കരിയറിൽ ഫസ്റ്റ് ഡേയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 2ാമത്തെ പടമാണിത്. ഫസ്റ്റ് ദസറ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. പിന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എൻ്റർടൈൻമെൻറ്റും കൂടി എടുക്കുന്ന ഒരു പടമാണ് നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം. നിസാം ബഷീറാണ് പടം എടുക്കുന്നത്. നിസാം ബഷീറിൻ്റെ ഫസ്റ്റത്തെ പടം കെട്ടുകളാണ് എൻ്റെ മാലക എന്ന് പറഞ്ഞിട്ടുള്ള പടമായിരുന്നു. അത് നല്ല പടമായിരുന്നു. അതിനുശേഷം മമ്മൂട്ടിനെ വെച്ചിട്ട് റൊഷാക്ക് എന്ന് പറഞ്ഞ പടം പുറത്തിറക്കിയിരുന്നു. അതൊരു ഗംഭീര പടമായിരുന്നു. അതിനുശേഷം പൃഥ്വിരാജിൻ്റെ നായകനാക്കിയിട്ടാണ് പടം വരുന്നത്. അതിൻ്റെ പേരാണ് നോബഡി എന്നുള്ളത്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിൻ്റെ പടത്തിലത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് മിന്നാന്ന് മുതൽ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം ആയിരിക്കും മിക്കവാറും ഓരോരുത്തരുടെ പോസ്റ്റർ ഇറക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഇറക്കിയിട്ടുള്ളത് നാഗാർജുനൻ്റെ പോസ്റ്ററാണ്. ആളുടെ ബർത്ത്ഡേ കൂടി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ആണ് തോന്നുന്നുണ്ട് ഇന്നലെ ഇറക്കിയിട്ടത്. എന്തായാലും ആളുടെ പേര് സൈമൺ എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റർ ഗംഭീര പോസ്റ്ററായിട്ട് തന്നെയാണ് തോന്നിയത്. ഇതും മുന്നത്തെ മാതിരി ബ്ലാക്ക് ഗോൾഡ് റെഡ് എന്നുള്ള ലെവലിൽ തന്നെയാണ് പോസ്റ്റർ വന്നിട്ടുള്ളത്. പിന്നെ ആളുടെ ബർത്ത്ഡേ ആയിട്ട് കുബേര എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടൊരു പോസ്റ്റർ വന്നു. പിന്നെ വിടുതലൈ പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഡിസംബർ 20 എന്നുള്ള അറിയിച്ചു. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല കുറച്ചധികം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ വെങ്കട്ട് പ്രഭു പറഞ്ഞ കാര്യമാണ്. അത് ഈ പടത്തിൻ്റെ ജനറൽ ഓൾറെഡി ആൾ ട്രെയിലറിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതാരും ഡീകോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആൾ പറയണത്. അത് ചെയ്തിട്ടുണ്ടാവില്ല, ഇനിയിപ്പോൾ ചെയ്ത ആൾ കാണാനായിട്ടാണ് എന്താണെന്ന് അറിയില്ല. പിന്നെ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ ഫാസ്റ്റ് പേസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളതെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഒരു സീൻ കഴിഞ്ഞാൽ അടുത്ത സീൻ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളെ കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ആൾ ചെയ്തു വെച്ചിട്ടുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ തലപതി വിജയ് കുറേ ക്യാരക്ടേഴ്സിനെ ആളുടെ ഫിലിം കരിയറിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യുണീക്കായിട്ടുള്ള ക്യാരക്ടറിനെ കൊടുക്കുന്ന ആൾക്കെന്നുള്ളതാണ് ആൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ആൾ വളർന്നു വന്ന ജെയിംസ് ബോണ്ടും മിഷൻ ഇമ്പോസിബിൾ പടങ്ങളൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അതേമാതിരത്തെ ഒരു സബ്ജക്റ്റ് എന്തുകൊണ്ട് തമിഴിൽ പിടിച്ചില്ല എന്നുള്ള രീതിയിലാണ് ആൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ ഈ ബിൽഡിങ്ങിൽ കയറുന്ന സംഭവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പടത്തിൻ്റെ കർണാടകയിലുള്ള ഫസ്റ്റ് ഷോ 4 മണിക്ക് തന്നെ എന്നുള്ള അറിയിച്ചു പുലർച്ചെ. പിന്നെ പടത്തിൻ്റെ സെൻസറിങ് ചെയ്ത കണ്ടന്റ് ഓവർസീസിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മലേഷ്യയിലുള്ള ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് പടത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഫൈനൽ സൗണ്ട് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ പുറത്തിറക്കിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പടം USA പ്രീമിയറിൽ പ്രീ സെയിൽസ് മാത്രം 350K+ ആയിട്ടുണ്ട്. ഓവർസീസ് മൊത്തമായിട്ട് 1 മില്യണിലും കൂടുതലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 12 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട് ഓവർസീസിലത്തെ കളക്ഷൻ. പ്രീമിയറിന് 5 ദിവസം ബാക്കിയുണ്ട്. പടം ഇറങ്ങാൻ 6 ദിവസം കൂടിയുള്ളൂ. പിന്നെ തലൈവൻ ഇറുക്കിറാൻ എന്ന് പറഞ്ഞ പാട്ട് വരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ഒരു പ്രൊമോ സോങ് വരെയാണ് ഇറക്കാൻ പോകുന്നത്. അഹിംസ എൻ്റർടൈൻമെൻറ്റ് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ ഒരു ടീസർ ഒന്ന് പുറത്തിറക്കും. പിന്നെ പടത്തിൻ്റെ 4th സിംഗിൾ ഓഗസ്റ്റ് 31 പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്തായാലും അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. യങ് ക്യാരക്ടർ ആയിട്ടുള്ള വിജയുടെ പാട്ടായിട്ടാണ് ഇതിൽ
തോന്നുന്നത് പോസ്റ്റ് കണ്ടിട്ട്. ദൃശ്യം ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. കണ്ടു തന്നെ അറിയണം. ഈ പോസ്റ്റ് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ജവാനാണ്, ഷാരൂഖ് ഖാന്റെ. എന്തായാലും പാട്ടിന്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. ഓഗസ്റ്റ് 31 പുറത്തിറങ്ങും എന്നുള്ള മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മിക്കവാറും ഇന്ന് അതിന്റെ പ്രൊമോ പുറത്തിറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെങ്കട് പ്രഭു വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ പാട്ടിന്റെ കാര്യത്തിൽ യുവൻ ശങ്കർ രാജനെ ആള് ഡിസ്റ്റർബ് ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അത് വെറൈറ്റി ഒരു സംഭവം ട്രൈ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതും കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ചില മിക്സ്ഡ് ആയിട്ട് റെസ്പോൺസ് വന്നാൽ അതുകൊണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ തിയേറ്ററിൽ വിഷ്വലോട് കൂടിയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടും. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡിലൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.